ബിജെപി ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായ ആക്രമണം. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ ആക്രമണം നടത്തി. മെഡിക്കൽ ഷോപ്പുകളടക്കം തുറന്നു പ്രവർത്തിച്ച കടകൾ ബലമായി അടപ്പിച്ചു. തൃശൂരിൽ അഴീക്കോടൻ സ്മാരകം തകർത്തു. RSS ആക്രമണത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകന് കേൾവിശക്തി നഷ്ടമായി. ബിജെപി ഹർത്താലിൽ സംസ്ഥാനത്തുടനീളം വ്യാപക അക്രമങ്ങളാണ് ഉണ്ടായത്. ഹർത്താലിനോട് സഹകരിക്കാത്തവർക്കു നേരെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ രാഘവൻ സ്മാരകം ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തു. അന്തരിച്ച CPIM നേതാവ് KK മാമുക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളും പുകസ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ശില്പങ്ങളും പ്രവർത്തകർ തകർത്തു. കോഴിക്കോട് കുന്നമംഗലത്ത് വിവാഹ സംഘത്തെ കയ്യേറ്റം ചെയ്ത് അവർ സഞ്ചരിച്ചിരുന്ന കാർ തകർത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPIM, DYFI, CITU കൊടിമരങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. കൊച്ചിയിലും സമാന സംഭവമുണ്ടായി. മൂന്നാർ, വാഗമൺ തുടങ്ങിയവിടങ്ങളിൽ വിനോദസഞ്ചാരികളെ ഹർത്താൽ ബുദ്ധിമുട്ടിലാക്കി. തൊടുപുഴ ലേബർ ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മറ്റു പ്രവർത്തകർ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മറയൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച പ്രവർത്തകർ ഓട്ടോ തല്ലി തകർത്തു. കൊല്ലം തടവയിൽ വാഹനങ്ങൾ തകർത്തു. തിരുവനന്തപുരത്ത് DYFI പെരുന്താന്നി ലോക്കൽ കമ്മിറ്റിയുടെ ആംബുലൻസ് തകർത്ത് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകർ ടയറിലെ കാറ്റൂരി വിടുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുകയും ചെയ്തു. തുറന്നു പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തകർ ബലമായി അടപ്പിച്ചു. BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ആക്രമണമുണ്ടായി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകർ UNAയുടെ ക്യാമറ എറിഞ്ഞു തകർത്തു. രാജഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അക്രമം. കോഴിക്കോട്, തൃശൂർ, ചേർത്തല തുടങ്ങിയവിടങ്ങളിലും മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ടായി. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് എല്ലായിടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതേസമയം ഹർത്താലിൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും സ്വകാര്യ ഇരുചക്രവാഹനങ്ങൾ നിരത്തിലിറങ്ങി. പോലീസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സമാന്തര സർവീസുകളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം കണ്ണൂരിൽ ഹർത്താലിനോട് തണുപ്പൻ പ്രതികരണമായിരുന്നു. കടകളും മറ്റും തുറന്നു പ്രവർത്തിച്ചു. BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ കണ്ണൂരിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പ്രത്യേകിച്ച് സംഭവം നടന്ന ധർമ്മട മണ്ഡലത്തിൽ ജനങ്ങൾ ഹർത്താലിനെ അവഗണിക്കുന്ന അവസ്ഥയായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം തുറന്നുകിടന്നു. പിണറായിയിലും പെരളശ്ശേരിയിലും ഹർത്താൽ ബാധിച്ചതേയില്ല. ധനരാജ് വധമടക്കമുള്ള സംഭവങ്ങൾക്ക് ശേഷം ശാന്തമായ കണ്ണൂരിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനനെ RSS വെട്ടിക്കൊന്നതോടെയായിരുന്നു വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായത്. ഇത് RSS സംഘപരിവാർ സംഘടനകളുടെ ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഹർത്താലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ധർമ്മട മണ്ഡലത്തിൽ. സ്ത്രീകളടക്കം റോഡിലിറങ്ങി. വിലാപയാത്രയ്ക്കിടെ തലശ്ശേരിയിൽ NE ബാലറാം മന്ദിരത്തിനു നേരെ RSS ആക്രമണം നടത്തി. പിണറായിയിൽ പ്രകോപനമുണ്ടാക്കും വിധം വിലാപയാത്രയ്ക്കിടെ RSS പ്രവർത്തകർ അസഭ്യവർഷം ചൊരിഞ്ഞെങ്കിലും സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല. IG ദീനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് കണ്ണൂരിൽ ഒരുക്കിയത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മറ്റന്നാൾ ഗോവയിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. 4 ദിവസം ഇന്ത്യയിൽ തങ്ങുന്ന പുടിൻ 17ാമത് റഷ്യ-ഇന്ത്യ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ശനിയാഴ്ച ഗോവയിലെത്തും. 5 രാഷ്ട്രത്തലവന്മാരാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. 2016 8ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഗോവയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളായ ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച വരെ ഇന്ത്യയിലുള്ള പുടിൻ ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ, പ്രതിരോധം, വാണിജ്യം സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തും. ഞായറാഴ്ച നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ പ്രത്യേക ചർച്ചയുണ്ട്. ഉച്ചകോടിക്കെത്തുന്ന ചൈനീസ് പ്രസിഡന്റുമായി ശനിയാഴ്ച മോദി കൂടിക്കാഴ്ച നടത്തും. തീവ്രവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടത്തിന് ചൈനയുടെ പിന്തുണ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. കൂടാതെ ബ്രിക്സ് ഉച്ചകോടിയിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. പ്രമേയം പാസാക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ-പാക് തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവയിൽ സുരക്ഷ ശക്തമാക്കി. സൈന്യത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഉച്ചകോടി നടക്കുന്ന വേദികളെല്ലാം. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ്. ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക. തീവ്രവാദ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നും അമേരിക്ക. അതേസമയം ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാത്ത പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ വിമർശനവുമായി പാകിസ്ഥാനിലെ മുൻനിര ദിനപത്രമായ ദി നേഷൻ രംഗത്തെത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ ഉദാഹരണമാണ് ഉറി ആക്രമണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ പരസ്യമാക്കിയത്. ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് കാശ്മീർ വിഷയവുമായി ബന്ധമുണ്ടെന്ന പാക് വാദവും വൈറ്റ് ഹൌസ് വക്താവ് തള്ളി. തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി പാകിസ്ഥാൻ എടുക്കണം. മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ലെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. സർജിക്കൽ അറ്റാക്കിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ അറിയിക്കുന്നത്. അതേസമയം പാക് സർക്കാരിനെതിരെ പാക് മാധ്യമങ്ങളും രംഗത്തെത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദ്, ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിനുമെതിരെ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ചോദിച്ച് പാകിസ്ഥാനിലെ മുൻനിര പത്രമായ ദി നേഷൻ മുഖപ്രസംഗം എഴുതി. ദേശീയ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മാധ്യമപ്രവർത്തനം എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ദി നേഷൻ കുറ്റപ്പെടുത്തി. സൈന്യവും സർക്കാരും തമ്മിലുള്ള ഭിന്നത വാർത്തയാക്കിയ ഡോൺ ദിനപത്രത്തിലെ മാധ്യമപ്രവർത്തകന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതും മാധ്യമങ്ങൾ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.